ഫാസിലേ, ഓ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങും കേട്ടോ. നിന്റെ വർത്താനം കേട്ടവർക്ക് എല്ലാ ദിവസവും നല്ല കൃത്യസമയത്ത് ഇറങ്ങണേന്ന്. അല്ലടാ, സാധാരണ ഇറങ്ങുന്നതിനേക്കാൾ കുറച്ച് നേരത്തെ ഇറങ്ങുമെന്ന്. അത് ശരി, അതെന്താ ആവശ്യം? എനിക്കിന്ന് കുറച്ച് പർച്ചേസ് ഉണ്ട്. അമ്മയ്ക്കും പെങ്ങൾക്കും ഭാര്യയ്ക്കും ഒക്കെ മുണ്ടുന്നേരിന്ന് വാങ്ങിക്കണം, പിന്നെ പായസത്തിന് അരി വാങ്ങണം, ശർക്കര വാങ്ങണം, പിന്നെ കലം വാങ്ങണം. ഒന്നും പറയണ്ട. എന്താ ആവശ്യം വീട്ടില്? നാളെ പൊങ്കാലല്ലേ, ആറ്റുകാൽ പൊങ്കാല. പറഞ്ഞ പോലെ നാളെയല്ലേ പൊങ്കാല? ഓ, ഈ സാധാരണ ഈ സ്ത്രീകളല്ലേ നിങ്ങളുടെ ഈ പൊങ്കാല കയറുന്ന? പിന്നെ സ്ത്രീകൾക്കല്ലേ പൊങ്കാല. ഇപ്പൊ പുരുഷന്മാർക്കാണ് ആഘോഷം. അവർക്ക് ഈ പൊങ്കാല ദിവസം സ്വാതന്ത്ര്യ ദിനമാണെന്ന്. കനക നമ്മുടെ ഈ പൊങ്കാല ദിവസം പെണ്ണുങ്ങളൊക്കെ കൂടി അമ്പലത്തിലേക്ക് പോകുമല്ലോ. പിന്നെ വീട് കാലിയല്ലേ. ഇവന്മാര് കൂട്ടുകാരും ഒക്കെ കൂടി ഫുള്ളും മേടിച്ചു വെച്ചിരുന്ന അടിയും ബഹളവും ഒക്കെയാണ് ഞങ്ങളുടെ പരിസരത്തൊക്കെ. പിന്നെ ഇവർ അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോ ഇവന്മാർക്കിട്ട് ഒരു പൊങ്കാല ഇടലുണ്ട്. അത് ഗംഭീരമാണത്. ഇത് തന്നെ പരിപാടി. അതെ, നിനക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണമെന്നുണ്ടോ? എന്തിന് പൊങ്കാല ഇടാൻ? പൊങ്കാല ഇടാനല്ലടാ, സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണമെന്നുണ്ടോ? എന്താ ഉദ്ദേശിക്കണ നീ? പിന്നെ ഇല്ലാണ്ടിരിക്കോ? പിന്നെ നമ്മുടെ വീട്ടിൽ ഈ പൊങ്കാലയൊന്നുമില്ലല്ലോ. ഇവളെ പറഞ്ഞു വിട്ടാലും വീട്ടിൽ പോകില്ലാന്ന്. എങ്കിൽ നമുക്ക് ആഘോഷിച്ച് കളയാം. ഒരു കാര്യം ചെയ്യും, നാളെ ഇറങ്ങും. നാളെ അപ്പൊ ലീവ് എടുക്കാല്ലേ? അല്ല പിന്നെ ലീവ് എടുക്കണ്ടേ? അത് കൊള്ളാം. അപ്പൊ നാളെ നമുക്ക് തകർക്കാം. നാളെ കുടിക്കാം. പക്ഷെ വേറൊരു പ്രശ്നം ഉണ്ടോ? എന്ത്? പിശാശി പോകാറുണ്ട് വീട്ടിൽ. ആര്? ലീറ്റേഴ്സ് അല്ലാണ്ട് ആര്? അത് കുഴപ്പമില്ല, അവനെ കൂടി വിളിച്ചാ പോരെ? അവനൊന്നും വിളിക്കാൻ പറ്റൂല. അവനൊന്നും വിളിച്ചൂടാന്ന്. അല്ല കനക, ഈ കുടിക്കണവരെ മാറ്റി നിർത്തിട്ട് നമുക്ക് കൊടുക്കാതെ കുടിച്ചാലുണ്ടല്ലോ, മദ്യശാപം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതിന് വേറൊരു പണിയുണ്ട്. കുടിക്കുമ്പോ ഇവന്മാർക്ക് വേണ്ടിയിട്ട് ആ അടപ്പിലൊരു ഇത്രയും ഒഴിച്ചിട്ട് മാറ്റിയിട്ട് വെച്ച് കഴിഞ്ഞാൽ മതി, ആ ശാപാട് മാറിക്കോളും. ഇതൊരു കാര്യമുണ്ട്, ഇവൻ അമ്മനോട് വിളിച്ചു പറയും, നമ്മുടെ വീട്ടിൽ പറയും, ആകെ ബുദ്ധിമുട്ടുണ്ടാക്കും അവൻ. ഇതാവുമ്പോ ഇത്തിരി കൊടുത്താ പോരെ? അവനായിട്ട് ഒരു ഇടപാടും ശരിയാവില്ല. കനക ഇവനുള്ളത് നമുക്കൊരു കണക്കിന് നല്ലതാണ്. ഈ മിലിറ്ററിയുടെ അവിടെ പോയി സാധനം മേടിക്കും, വല്ല ടച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ഒപ്പിച്ചു തരും. അവനിരിക്കട്ടെ, ഒരു ചെറുത് കൊടുത്താ പോരെ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, അമ്മാവനെയും കൂടെ വിളിക്കാം. അത് കൊള്ളാം. അമ്മാവനെ കാണുമ്പോ ഇവനൊരു ചെറിയ ഒതുക്കമുണ്ട്, വലിയ അലമ്പിന് നിൽക്കൂല അല്ലേ? അമ്മാവനെ വിളിക്കാം. അമ്മാവനെ പിന്നെ അവനെ ഒതുക്കാൻ പറ്റും. മാത്രല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് എന്തായാലും കുടിച്ചാൽ പ്രശ്നം ഉണ്ടാവുമല്ലോ. ഉണ്ടാവുമല്ല. അമ്മ വന്ന് പ്രശ്നമാക്കുമ്പോ ഇതെല്ലാം അമ്മാവന്റെ പണിയാണ് എന്നുള്ളത് നിലക്ക് തലയിലേക്ക്. ഇന്നാള് അതുപോലെ വെച്ചു കൊടുത്ത്, ഇന്നാള് അമ്മാവനെ വിളിക്കാം. അത് തന്നെ. അപ്പൊ നമുക്ക് നാളെ പൊളിക്കാം. അയ്യോ, സമയം വൈകി. ഞാൻ ഇറങ്ങട്ടെ? അന്നൊരു പണി ചെയ്യാം, ഞാനും വരാം. ഞാൻ ഇഞ്ഞൂടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്താ ആകെ മൂടായി. എന്നാ വാ, ഈ പത്രം ഇരിക്കട്ടെ. ഇരിക്കട്ടെ, ഇതിൽ കുഴപ്പമില്ലല്ലോ. ഇവിടെ ഇരുന്നു. അപ്പുറന്ന് വാങ്ങാം. അത് മതി, അത് മതി. വേണേ 10 രൂപ ഇങ്ങോട്ട് തന്നെ. അതേതാ ഈ അലൂമിനിയ കലത്തിൽ പൊങ്കാല വെച്ചാൽ കുഴപ്പമുണ്ടാ? എന്ത് ഈ അഭിപ്രായം നീ അമ്മോട് ചോദിക്കും, അമ്മയുടെ അടുത്ത് പോയി ചോദിക്കും, അപ്പൊ പറഞ്ഞു തരും. അല്ല, എപ്പോഴും വാങ്ങണ്ടല്ലോ അപ്പാ. ചോദിച്ചോ. അതെ, 2-3 കലം വേണം. പഠിക്കാന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യ. എറിഞ്ഞിടാം. ഒരു 5 മാങ്ങയെങ്കിലും വരും. ഓക്കെ, ശരിയെന്നാ. ഈ കാക്കയ്ക്ക് മീനുമായിട്ട് കിണറ്റിന്റെ മണ്ടേ തന്നെ വന്നിരിക്കണം. ഇന്ന് ശരിയാക്കി തരാം. ഞാൻ കണ്ടുട്ടാ.
എന്ത് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. എന്ത് പറ്റി? ഡാഡി എന്തിനാ ഇങ്ങനെ പേടിച്ചിരിക്കുന്നേ? ആര് പേടിച്ചു? ആര്? ഡാഡിക്കാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടാ. പേടിക്കാൻ എത്ര ആൾ ഇവിടെ ജീവിച്ചത്? നീ ഇരുന്ന് പഠിക്കാൻ കൊണ്ട്. എന്താണ് ഏറ്റവും ബഹളം കേട്ടെ? എന്ത് വേണം? വീണോ? വീടാ? ആര് വീട്? നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കണേ? ഞാൻ പിന്നെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ എപ്പോഴും നിൽക്കണേ. എന്തൊരു പറയല്? നിറച്ചോ? ആര് കുറച്ച്? നിനക്ക് എന്താണ് പറ്റിയത്? എന്തെങ്കിലും വേർതിരിക്കണ നിങ്ങള്? ഉയർത്തതെന്ന് പറഞ്ഞാൽ ഞാൻ തേങ്ങ പൊളിച്ചോണ്ട് നിന്നതാ. അപ്പൊ ഉയർന്നത്. അവിടെ ആരല്ലേ? അവിടെ എവിടെ ആയിരിക്കുന്നു? എന്ത്? നീ തങ്കം ഇങ്ങോട്ട് വാ. തങ്കം, നീ എന്തിനാ അങ്ങോട്ട് പോണേ? എന്താ സംഗതി എന്ന് പറയാൻ. അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്. എന്താ സംഗതി? നിനക്ക് അടുക്കള പണിയില്ലേ? നിങ്ങൾ എന്താണ് ആകെ പേടിച്ച് നിക്കണേ? ഞാൻ പേടിക്കാനാ? ക്ലീറ്റസ് പേടിക്കാനാ? ക്ലീറ്റസ് അന്തസ്സായിട്ട് ആരെയും പേടിക്കാതെ തന്നെ ഇത്ര നാൾ ഇവിടെ ജീവിച്ചു. എനിക്ക് ഒരിടത്തും പേടിയില്ല. ക്ലീറ്റസ് കനകനല്ലേ ഇത്? എന്താടാ? എന്താന്ന് അവൻ വിളിക്കണേ? എന്തിനാന്ന്? അതെ തങ്കം, ഒരു അബദ്ധം പറ്റിയിടി. എന്ത്? ഒരു കാക്കയെ ഓടിക്കാൻ വേണ്ടി കല്ലെടുത്ത് എറിഞ്ഞു. അത് അവന്റെ തോളിൽ ചെന്ന് കൊണ്ടു. ഒരു കുഞ്ഞു കല്ല് വീണേരാണ് അവൻ വന്ന് വിളിക്കണേ. ക്ലീറ്റോ സത്യം പറഞ്ഞോ? മനപ്പൂർവ്വം അറിഞ്ഞതല്ലേ അവനെ? കർത്താവിനാണോ തങ്കം? ഞാൻ മനപ്പൂർവ്വം എന്തിനാ അവനെ എറിയണേ? നിങ്ങൾ അതുകൊണ്ട് അത് ചെയ്യും. ഞാൻ കാക്ക എറിഞ്ഞതാടി. ഉള്ള കാര്യം ചെന്ന് പറ. കൂടുതൽ ന്യായീകരിക്കുന്ന വേണ്ട. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കാക്കയ്ക്ക് വരാൻ കണ്ട നേരം. നീ ഇറങ്ങി വരുന്നുണ്ടോ? വാങ്ങുവാ. വാങ്ങോട്ടാന്ന്. നിന്നെ എത്രയോ നേരമായിട്ട് ഞാനോട് വിളിച്ചോണ്ട് നിൽക്കല്ലേ? ഞാൻ അങ്ങ് അകത്ത് നിൽക്കായിരുന്നു. അതാ. നിന്നെ എന്തിനാ വിളിച്ചത് നിനക്കറിയാമോ? അളിയൻ എന്നോട് ക്ഷമിക്കണം. എന്തിന്? അല്ല, ഞാൻ അറിയാതെ. അറിയാതെ? അളിയൻ ക്ഷമിക്കണം വിളിയാ. ഓ, അതൊന്നും കുഴപ്പമില്ല. വിളിച്ചിട്ട് വരാൻ വൈകി എന്നുള്ളതിന് അത്ര വലിയ തെറ്റൊന്നുമല്ല. വെച്ചോ. കല്ലെടുത്തെറിഞ്ഞ നീ പൊട്ടാൻ എനിക്ക് എന്തിനാ 2000 രൂപ ഇങ്ങോട്ട് വന്നത്? പൊട്ടാൻ. അളിയ ഇതെന്തുവാ? ഇത് 2000 രൂപ. 2000 രൂപ നീ കണ്ടിട്ടില്ലേ? അല്ല, കണ്ടു. അല്ലെ, ഇത് എന്തിനാണ് അളിയൻ? ഞാൻ എന്തിനാണ് ഇത്രയും കൂടുതൽ പൈസ നിനക്ക് തരുന്നത്? അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ. നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല, അളിയൻ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് മണകൊണ ഞാൻ മറ്റേ തന്നെ കുപ്പി. ഞാനും അത് തന്നെ ഉദ്ദേശിച്ചത്. അല്ല, ഏത് വേണം എന്ന് ഉദ്ദേശിച്ച ബ്രാൻഡ്? എടാ, ഏതെങ്കിലും ബ്രാൻഡ് വാങ്ങിക്ക്. ഈ വിഷത്തിന് വല്ല ബ്രാൻഡും ഉണ്ടോ? അതെ അതെ അതെ. സത്യം പറഞ്ഞാൽ എനിക്കിതിന് യാതൊരു താല്പര്യവും ഇല്ല. എനിക്കും അങ്ങനെ തന്നെ അറിയാം. ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാലേ താല്പര്യം വരുള്ളൂ. വന്നോളും. അതല്ല, നിന്നെ കൂട്ടി ഈ പരിപാടി ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമില്ലാന്ന്. പിന്നെ ഫാസിലും അമ്മാവനും എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ്. നാളെ പൊങ്കാലയാണ്. അമ്മയും തങ്കവും എല്ലാവരും കൂടെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ ഒന്ന് കൂടാം. അതിനു വേണ്ടി മാത്രം കേട്ടാ. അപ്പൊ ഇത് എത്ര എടുക്കണം? ഇതൊരു 2 എണ്ണം വാങ്ങിച്ചാൽ മതിയടേ. അല്ല, 4 എണ്ണം കിട്ടും. 4 എണ്ണം കിട്ടും വിചാരിച്ചിട്ട് 2 എണ്ണം വാങ്ങിച്ചാൽ മതി. ആ ബാക്കി പൈസ ഇങ്ങോട്ട് തരണം. ഇവിടെ മൊത്തം അടിച്ചങ്ങ് അലമ്പാക്കാൻ വേണ്ടിയിട്ടല്ല. അത് വേണ്ട. എല്ലാവരും കൂടെ ഒന്ന് കൂടുക. അത് കഴിഞ്ഞ് പിരിഞ്ഞു പോവുക. അത്രേ ഉള്ളൂ കേട്ടാ. ഇന്ന് തന്നെ വാങ്ങിച്ചു വെക്കണം. തങ്ക അറിയരുത്. എന്റെ അളിയ, ഇതൊക്കെ ഇനി ക്ലീറ്റോയോട് പറയണോ? ക്ലീറ്റോ ഒരു കാര്യം ഏറ്റത്. കല്യാണം കഴിഞ്ഞ് 7-8 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്കൊരു കൊച്ചിനെ കാണാൻ ഇടയായില്ല. ഞാൻ അങ്ങനെ ആറ്റുകാലമ്മയ്ക്ക് നേർച്ച നേർന്നു. എൻ്റെ പൊന്നമ്മച്ചി, ഞാൻ ആറ്റുകാലം വന്ന് അമ്മച്ചിയുടെ നടയിൽ ഒരു പൊങ്കാല ഇട്ടേക്കാമെന്ന്. ദേ, പിറ്റേ വർഷം എൻ്റെ കനകൻ എനിക്ക് ജനിച്ച്. അതാണ് ഈ കനകൻ. എന്ത് എടി, അത്രയ്ക്ക് വിശ്വാസം എനിക്ക്. ഈ വേഷത്തിൽ എല്ലാവരും കാണാൻ നല്ല ഭംഗിയാണ്. പോയാ മതി. അതെല്ലാം അവിടെ ഉണ്ട്. ഇല്ലെങ്കിൽ അവിടെ കിട്ടും. നിങ്ങളൊന്ന് ഇറങ്ങി. സമയമായില്ലേ? അവിടെ വിളക്ക് എത്തിക്കാൻ സമയമായി. സാധനമൊക്കെ എടുത്തു വെച്ചില്ലേ? വെള്ളം എടുത്തില്ലേ? നോക്കണ്ട കേട്ടാ. അതങ്ങനെ ശരിയാവും. കൊച്ചിന് ഒരുപാട് പഠിക്കാനുള്ളതാ. അത് ക്ലാസ് മുടക്കണ്ട. മടിയിൽ വെക്കാം. എന്തെങ്കിലുമൊക്കെ മടിയിൽ വെച്ചാൽ അവിടെ ഉണ്ടല്ലോ അല്ലേ? എല്ലാം അവിടെ നിങ്ങളെ പോയാ മതിയെന്ന്. വിട്ടോ 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 കേട്ടോ അമ്മ. നിങ്ങൾ വൈകുന്നേരം
ഞാൻ ഒരു നിമിഷം ഒന്ന് പേടിച്ച് തക്കളി മോളെ എവിടെ നിർത്തണമെന്ന് ഞാൻ അവള് പറഞ്ഞാ പോയില്ലേ. ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് പറഞ്ഞു വിട്. അവള് കുളിച്ചോണ്ടിരിക്കുക, ഞാൻ ട്യൂഷനൊക്കെ പോരാ. അതേ ബാക്കി സെറ്റപ്പ് ചെയ്തോ. ശരി ശരി. എല്ലാരും പോയാ? ഓ എല്ലാരും നേരത്തെ പോയി. ഇതേ ഇത് പോത്ത് റോസ്റ്റാണ്. നീ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി വെച്ച് കുരുമുളകായിട്ട് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചു. ഓക്കെ. ഇത് പൊറോട്ട ഉണ്ട്, ഇടിയപ്പം ഉണ്ട്. എന്തിനാണ് ഈ പൊറോട്ട? എടാ അത് അവനെ തീറ്റിക്കാനോ, നമുക്ക് ഇടിയപ്പം തിന്നൂടെ? ശരി. സാധനം എത്തിയാ? സാധനത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ അവനാണ് എത്തിക്കണത്, എന്നോട് ഒന്നും ചോദിച്ചു. അത് അവൻ എത്തിച്ചോളൂ. നമുക്ക് ഇതൊന്ന് റെഡിയാക്കാം. വാ. രണ്ട് തിരി മതി. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട്. അല്ല ബെല്ലടിക്കണോണ്ട് ആൾ എടുക്കണില്ല. മിക്കവാറും എനിക്ക് തോന്നുന്നത് സ്കൂട്ടറിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവായിരിക്കും. അപ്പൊ ഇന്നലെ എടുത്തു വെക്കാൻ പറഞ്ഞല്ലേ നിന്നോട്? ഇന്നലെ ഞാൻ ഈ കൊണ്ടുവരുന്ന മുരളി എന്ന് പറഞ്ഞ ആളെ ഇന്നലെ ഇച്ചിരി ദൂരമായി, നെയ്യാറ്റിക്കര പോയിരിക്കായിരുന്നു പുള്ളി. കാലത്ത് ഞാൻ കൊണ്ട് കൊടുത്തു, സാധനം കിട്ടും. കുരുമുളക് ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം, വേണമെങ്കിൽ നോക്കാം. കുഴപ്പമില്ല, എരിവ് നല്ലതാണ്. നല്ല സ്വയമ നല്ല പോത്ത് തന്നെയാണോ? നല്ലതാണ്, എനിക്ക് കിട്ടുന്നത് നല്ലതായിരിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ പറഞ്ഞ കാര്യം എന്തായി? അതിപ്പോ വരും, ആളെ വിളിച്ചു വന്നോണ്ടിരിക്കുക സ്കൂട്ടറിൽ. എന്ത് വിളിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞു ഇന്നലെ എടുത്തു വെക്കാൻ പറഞ്ഞാണ് ഇവനോട്. അത് ഞാൻ പറഞ്ഞില്ലേ, ആളിവിടെ ഇല്ലാത്തതുകൊണ്ടാ. ഇല്ല അത് കുഴപ്പമില്ല, നമ്മളെ വിശ്വസ്തനാണ്. നോക്കി ഇന്നത്തെ ദിവസം വലിയ പ്രശ്നമാണ് കിട്ടുക. ഇല്ല നമുക്ക് കിട്ടാതിരിക്കുവോ? ക്ലീറ്റസ് പറഞ്ഞ സാധനം കിട്ടിയില്ലെങ്കിൽ പിന്നെ വിവരം അറിയാം. കള്ളിന്റെ കേസിൽ നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അത് നമുക്കറിയാം. എടുക്കെടുക്ക, വേഗം എടുത്തോ വേഗം എടുത്തോ. എപ്പോഴേ വിളിക്കണം മുരളി, ഒന്ന് ഫോൺ എടുക്കണ്ടേ? സാറേ സാധനം കിട്ടിയില്ല സാറേ. കിട്ടിയില്ലേ മുരളി? ഞാൻ ഇന്ന് കാലത്തെ കാശ് എന്നിട്ട് എന്തോ പറഞ്ഞത്, അളിയനും അമ്മാവനും ഒക്കെ ഉള്ളതാണെന്ന് പറഞ്ഞാലേ സാധനം എടുത്ത്. എന്തോന്ന് മുരളി ഇത്? സാറേ പൊങ്കാല ആയതുകൊണ്ട് സാധനമൊക്കെ വെളിയിൽ പോയി. ഓ എനിക്കാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു സാറേ, സാറിനെന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് കിട്ടിയില്ലേ? കഷ്ടമാണ്. ഇത് കിട്ടൂല കേട്ടോ, ഒരു സ്ഥലത്ത് മേടിക്കാൻ കിട്ടൂല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ മെനകെട്ടവൻ്റെ അടുത്ത് ഈ വക പരിപാടി ഒന്നും നടക്കില്ല. ആ പോത്ത് മേടിച്ചെന്റെ കാശും കളഞ്ഞു. ആ പോത്ത് മേടിച്ചെന്റെ കാശ് കളഞ്ഞു. ഈ പോത്തിന്റെ ഒക്കെ വർത്താനം കേട്ടിട്ട് നീ എന്ത് മലമറിക്കെന്നാ പറഞ്ഞത് ഇന്നലെ? അളിയ ഞാൻ സാധാരണ ഈ മുരളിയുടെ കൊടുക്കുമ്പോൾ രാഘവട്ടം കൊടുത്തു വിടുന്നതാണ്. എടേ നടത്താൻ പറ്റാത്ത കാര്യങ്ങൾ ഏൽക്കരുത് കേട്ടാ, അതാ ചെയ്യേണ്ടത്. എടാ ക്ലീറ്റസ്, നിന്നോടൊരു കാര്യം പറയാം. നിന്നെ പറ്റി ഇയാള് കനകൻ എപ്പോഴും പറയണതാണ്, ജീവിതത്തിലൊരു കാര്യം നീ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടടാ. ഓർക്കൊക്കെ ഒരു ദിവസവും കളഞ്ഞ്. ഇപ്പൊ പൈസ പൈസ അമ്മ വരുമ്പോ എന്താ പറഞ്ഞോ? അത് വന്നല്ലോ. എന്തേ ഇന്നലെ ആർക്കൊരു ഉഷാറിലെത്ത്? അമ്മാവ ചെറിയൊരു കുഴപ്പമുണ്ട്. എന്തേ അവര് പൊങ്കാലയ്ക്ക് പോയില്ലേ? അവരൊക്കെ വെളുപ്പിന് പോയി. പിന്നെ സാധനം എടുക്കാൻ കാശ് കൊടുത്തതാണ്, പക്ഷെ സാധനം കിട്ടിയില്ല. എല്ലാം ഇവനെ പറഞ്ഞ് ഏൽപ്പിച്ചാണ് അമ്മാവ, മര്യാദക്ക് ചെയ്യണ്ടേ? അല്ല പോലെ ഭക്ഷണം കഴിച്ചിട്ട് പോ. അമ്മാവ ഒരബദ്ധം പറ്റിപ്പോ. അത് കൊള്ളാലോ. എടാ ദീർഘവീക്ഷണം വേണം, ദീർഘവീക്ഷണം. അതെ നിങ്ങൾ ഇത് ഇത്ര പോകുന്നൊരു കുപ്പിയെ കരുതുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ തൈലെന്ന് എഴുതി കൊണ്ടുവന്നാ. എനിക്ക് ഇങ്ങനത്തെ ഒരു അമ്മാവനെ കിട്ടിയില്ലല്ലോ. അതിന് സുഹൃതം ചെയ്യണം, സുഹൃതം. ഇതാണ് യഥാർത്ഥ അമ്മാവൻ. നീ ഡയലോഗ് അടിക്കരുത്. കുരുമുളക് എരിവ് കൂടിയെന്നേ, ആവശ്യമില്ലാത്ത
കനക ആ മറ്റേ പാട്ട് പഠിക്കാടാ കവിത മതി കവിത മതി ഈ സമയത്ത് കവിത പറ്റില്ല ഞാൻ പറയണ കേട്ടോ ഞാൻ കരയും. പാട്ട് മതി. പാട്ട് പാട്ട് അമ്മാവനാ പറഞ്ഞത് പാട്ട് മതി. അളിയാനൊരു കവിത പാട്ട് പാടും. പാട്. പാൽക്കടലിനോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോൾ പാൽക്കടലിനോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോൾ സമ്മാനമായി നിനക്കൊരു വെള്ളാമ്പൽ പൂതരാ വെള്ളാമ്പൽ പൂതരാ പാൽക്കടലിനോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോൾ പാൽക്കടലിനോളങ്ങളെ അത്ര കഴിഞ്ഞ് ബാക്കിയായിരുന്നു നല്ല പാട്ടാ. അത് നല്ല നല്ല ഷാപ്പ് പാട്ട് പാടും. ഷാപ്പ് പാട്ട് പിച്ച് ശരിയല്ലടാ പഠിച്ചു വേറെ പാട്ട് വേണം. താനോ താനും താനിന്നോ താനിന്നാനോ താനോ താനും താനിന്നോ താനിന്നാനോ താനോ താനിന്നോ താനിന്നാനോ താനോ താനിന്നോ താനിന്നാനോ മാനുണ്ടളികനും തോട്ടുവരമ്പ പോകുമ്പോ തോട്ടുവരമ്പത്തൊരു ചക്കത്തുണ്ടം ചകത്തുണ്ടം കൊണ്ടുപോയി നെഞ്ചിൽ മുക്കി തിന്നുമ്പോ വടക്കരത്തെ പാറ്റ പോലെ എൻ്റെ അമ്മൂസിനും വന്ന് അങ്ങനെ പാട് പാട്ടുണ്ടെങ്കിൽ പാട് പന്തലിറങ്ങി പാട് പാട്ടില്ലെങ്കിൽ പോ 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 അതെ, പോവാൻ നിനക്ക് വിരോധം ഉണ്ടെങ്കിൽ അത് തുടർന്ന് പറയാം. പാട്ട് പാടി ഇറങ്ങി പോവാൻ പറയല്ലേ അളിയാ? അളിയാ കുംഭവാസം പറക്കട്ടെ കുമ്പളങ്ങാതളിർക്കെ വന്നട കുമ്പളക്കൊറ്റ വന്നട കുമ്പളക്കൊറ്റ അളിയാ എനിക്ക് ഞാനല്ല അമ്മാവൻ അമ്മാവാ സംഭവം തക്കളി എന്റെ മോൾ എന്റെ മോള് തക്കളി നിന്റെ മോള് ഇവന്റെ മരുള് അതെ അളിയ സംഭവം അളിയൻ ഞാൻ അളിയനല്ല പറഞ്ഞില്ലേ അമ്മാവൻ ആരാണ് അളിയ ആരാ അമ്മാവ് നീ പറ എന്റെ അമ്മാവ ഞാൻ അമ്മാവനല്ല നീ ഇപ്പുറത്ത് അമ്മാവനെ അപ്പുറത്ത് വിട് അവന് തെറ്റുണ്ടോ ഇവിടെ എന്ത് ഇപ്പൊ ഞാൻ അമ്മാവൻ ഈ വളിയ ഇവൻ എന്നെ തെറ്റിക്കാൻ എന്താ നീ ആരാന്ന് പറഞ്ഞു ഞാൻ അളിയെ അളിയെ നീ പറയാനുള്ള എനിക്ക് വേണ്ട ഒരു കാര്യം പറയാം. വർഷം എത്രയായി ഞാൻ പങ്കത്തിലെ കല്യാണം കഴിച്ചു. പക്ഷെ കല്യാണം കഴിച്ചല്ലോ കുട്ടികളുടേതല്ലേ പറയുമ്പോ എല്ലാം പറയണം പറഞ്ഞോ അല്ല സത്യം പറഞ്ഞാ എന്താ കുഴപ്പം? എനിക്ക് നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഇവന് മാപ്പ് കൊടുക്കുകയാണ്. എന്തിന് എനിക്കെന്തിനാ നിന്റെ മാപ്പ്? ഇവന്റെ പെങ്ങളെ ഒരു പൈസ പോലും സ്ത്രീധനം വാങ്ങിയതാണ് ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് പോയത്. അതിൽ ഞാൻ ഇവന് മാപ്പ് കൊടുക്കുകയാണ്. ഓണാപ്പൂല്ലേ നീ എന്റെ പങ്ങളെ അടിച്ചുകൊണ്ട് പോയതിന് നീ എന്തിനാ എനിക്ക് മാപ്പ് വരുന്നത്? എനിക്ക് നിന്റെ മാപ്പ് വേണ്ട. എടാ നയാ പൈസ സ്ത്രീധനമായിട്ട് ഞാൻ മേടിച്ചു. വിട്ടോ എനിക്ക് താല്പര്യമില്ല. പറയണ മോനെ ഒരു ചില്ലി ഒരു നൂല് അവർക്ക് കൊടുക്കാൻ നൂല് കൊടുക്കണോ ചരട് കൊടുക്കണോ ഞാനേ ഇവിടെ തീരെ പറയില്ലേ കാര്യങ്ങൾ പറയും. അമ്മാവന് ഇതൊക്കെ അറിയാവുന്നതായിരിക്കും അല്ലേ? കൊള്ളാവുന്ന ഒരാളെയാണ് അവള് കണ്ടെത്തിയതെങ്കിൽ ഞാൻ അവൾക്ക് കൊടുക്കും. എടാ നിന്നെ പോലെ ഒരു കോന്തനായി പോയതുകൊണ്ട് ഞാൻ എന്തിനു കൊടുക്കണം? എടാ പൂവും മാരിയിട്ട് തൊഴണം ഇങ്ങനെ വരുന്നത് കളിയല്ല. കാടിച്ചു കൊണ്ടുവന്നവർക്ക് സ്ത്രീധനം കൊടുത്തുള്ള ഏത് തറവാട്ടിലാണ്? എനിക്ക് വേണ്ട ഇവന്റെ പൂത്ത സ്ത്രീധനം. ഇവ ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്. ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്. നീ ഭാഷ മാറണം.
ഹലോ, പോലീസ് സ്റ്റേഷനിൽ നിന്നാ? എന്താ സാറേ? അയ്യോ, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടുപേരും കൂടെ അവിടെ സന്തോഷമായിട്ട് ഇരിക്കുകയായിരുന്നല്ലേ. 3 പേരുണ്ടായിരുന്നു. അയ്യോ, അഴകേശനും കൂടെ അവൻ ചെന്നാണ് അവിടെ ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. ഞങ്ങൾ ദാ വരുന്നു സാറേ. സാറേ, അവനെ ഉപദ്രവിക്കരുതേ സാറേ. എന്താന്ന് എന്താ നമ്മൾ ഇങ്ങോട്ട് വരാഞ്ഞിരുന്നു. അവന്മാര് 3 പേരും കൂടെ അഴകേശൻ വീട്ടിൽ ചെന്നിരുന്നു. 3 പേരും കൂടെ അടിച്ച് മിറ്റായി. എന്നിട്ടോ അയൽവാസികൾ ആരാണ്ട് പരാതി പറഞ്ഞ് പോലീസുകാരൊന്നും അവരെ തൂക്കിക്കൊണ്ടുപോയി. നമ്മൾ എന്നാലും അവനെ ഇറക്കി വിടുമെന്ന്. പിന്നെ വെറുതെ എനിക്ക് വയ്യ, ഞാൻ എന്ത് ചെയ്യും? ഓട്ടോറിക്ഷ കിട്ടുമോ? ഇല്ല, ഇനി പോലീസുകാരോട് പറഞ്ഞാലും ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. ആ ബാഗൊക്കെ എടുക്ക്, ഇതൊക്കെ എടുക്ക്. ഒറ്റെണ്ണം പരിക്കാത്തോട്ട് കയറിപ്പോരുത്. ഒരു അമ്മാവൻ ആറ്റുകാലമ്മയ്ക്ക് നേർച്ച നിറഞ്ഞുണ്ടായ മോനാ നീ. ഈ ദിവസം തന്നെ നീ ഇത് ചെയ്യണോടാ. എടാ അഴകേശ, നിനക്ക് എങ്ങനെ തോന്നിയാടാ ഈ പിള്ളേരുടെ കൂടെ ചേർന്ന് ഇങ്ങനെ കുടിക്കാനായിട്ട്? ഞാൻ എന്തിനാ പൊങ്കാലിടാൻ പോയത്? കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട് ഒരു കുഞ്ഞുണ്ടായില്ല. അതിനു വേണ്ടിയല്ലേ ഞാൻ മുടങ്ങാതെ പൊങ്കാലിടാൻ പോയത്. നിങ്ങൾ ഈ തോന്നിയ മാസം പഠിക്കാൻ തുടങ്ങി എങ്ങനെ ചോദിക്കാം ഇതിനോട്? ഇങ്ങോട്ട് വരാൻ, അങ്ങോട്ട് ചെല്ലാൻ. മിണ്ടരുത് നിങ്ങള്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്നെ കൊന്നു തിന്നാൻ തന്നെയാണോ? ഒരു വീടില്ല, കുടുംബമില്ല, ഒന്നുമില്ല. തോന്നിയാസം കാണിക്കോ? നിങ്ങൾക്കൊരു മോളുണ്ടോ? നിങ്ങൾ കൊല്ല വേണ്ടത്. നോട്ട് തല്ലിടിച്ച് ഞാൻ ഈ പേരക്കാത്തരും കഞ്ഞി അരിഞ്ഞാൻ എന്നെ കൊണ്ട ചെയ്യിപ്പിക്കരുത്. പെണ്ണുങ്ങൾ ആറ്റുകാല് പൊങ്കാലിടാൻ പോണ എന്തിനാണെന്ന് അറിയാമോ? കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവാനാ. അതെങ്ങനെയാ? പെണ്ണുങ്ങളെ കൊണ്ട് ഇറങ്ങുമ്പോ തുടങ്ങത്തില്ലേ കുടിച്ച് കൂത്താടാനായിട്ട്? അല്ല, നാട്ടിൽ കുറെ എണ്ണം ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളെന്ന് ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. നീയൊക്കെ ഒരേ മനസ്സോടെ പെണ്ണുങ്ങൾ പൊങ്കാലിടാൻ പോകുമ്പോ പ്രാർത്ഥിക്കണം. എങ്കിലേ ദേവി പ്രസാദം സ്വീകരിക്കൂ. അല്ലെങ്കിൽ ഒരു ദേവി ഒരു പ്രസാദവും സ്വീകരിക്കത്തില്ല. നിങ്ങൾക്കൊക്കെ അറിയാമോ? അല്ല, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. നീയൊക്കെ അനുഭവിച്ചോ ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത്. Versus Alien.